Hi students, welcome back to Prism online classes. അപ്പോൾ കഴിഞ്ഞ 4 ക്ലാസ്സിലായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിലെ അവസാനത്തെ പാർട്ട് എത്തിയിട്ടുണ്ട്. ഡയമെൻഷൻ്റെ 2 ആപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഹോംവർക്ക് ഞാൻ തന്നിരുന്നു, എല്ലാവരും സബ്മിറ്റ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ഇനി മൂന്നാമത്തെ ആപ്ലിക്കേഷൻ കൂടിയുണ്ട്. മൂന്നാമത്തെ യൂസാണ് കൺവേർട്ട് വൺ സിസ്റ്റം ഓഫ് യൂണിറ്റ് ഇൻ ടു അനദർ സിസ്റ്റം. ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റിനെ മറ്റൊരു സിസ്റ്റത്തിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യണം. അതായത് നിങ്ങൾ ഡിഫറെൻറ്റ് സിസ്റ്റം പഠിച്ചിട്ടുണ്ട്. CGS സിസ്റ്റം, SI സിസ്റ്റം, MKS സിസ്റ്റം, FPS സിസ്റ്റം. ഇവിടെ ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റിനെ മറ്റൊരു സിസ്റ്റത്തിൽ നമ്മൾ കൺവേർട്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, വി ഹാവ് ടു കൺവേർട്ട് ന്യൂട്ടൺ ഈസ് ദ SI യൂണിറ്റ് ഓഫ് ഫോഴ്സ്. ആ SI യൂണിറ്റിനെ നമുക്ക് അതിൻ്റെ CGS യൂണിറ്റ് വിളിക്കുന്നത് ഡൈൻ എന്നാണ്. ഡൈൻ ഈസ് ദ CGS യൂണിറ്റ് ഓഫ് ഫോഴ്സ്. അപ്പോൾ ന്യൂട്ടനെ ഡൈനിലേക്ക് മാറ്റണം. ഒരു ന്യൂട്ടൺ എത്ര ഡൈനാണ്, അല്ലെങ്കിൽ ജൂളിനെ എർഗിലേക്ക് മാറ്റണം. ഇനി അതല്ലെങ്കിൽ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിനെ ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബിലേക്ക് മാറ്റണം. ഇങ്ങനെ ഓരോന്നും എങ്ങനെ കൺവേർട്ട് ചെയ്യാം ശ്രദ്ധിച്ചോളൂ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു ഡാഷ് ഡൈൻ. അതായത് ഇത് ഫില്ല് ചെയ്യാൻ ന്യൂട്ടണിൻ്റെ ഡൈനിലോട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടത്. ഇവിടെ ഒന്നാമത്തെ സിസ്റ്റത്തിലുള്ള നമ്പറിനെ ഞാൻ N1 എന്ന് വിളിച്ചു. പിന്നെ ഇവിടെ ഫോഴ്സിൻ്റെ യൂണിറ്റ് ആണല്ലോ ന്യൂട്ടൺ. അപ്പോൾ ഫോഴ്സിന് ഒരു ഡയമെൻഷൻ ഉണ്ടാവും. ആ ഡയമെൻഷൻ ഞാൻ ഒന്നാമത്തേന് M1, L1, T1. ഇവിടെ നമുക്ക് ഏത് ക്വാണ്ടിറ്റി ആവാം? M1 റേസ് ടു A, L1 റേസ് ടു B, T1 റേസ് ടു C. അതേപോലെ തന്നെ രണ്ടാമത്തതിൽ ഈ ഡാഷ് N2 ആണ് കാണേണ്ടത്. N2 ഈസ് ഈക്വൽ ടു ഇതിൽ മാസിൻ്റെത് M2 റേസ് ടു A, L2 റേസ് ടു B, T2 റേസ് ടു C. അപ്പം രണ്ടിൻ്റെയും എന്തായിരിക്കും? ഡയമെൻഷൻ രണ്ട് സൈഡിലും ഈക്വൽ ആയിരിക്കും. നോക്കിയേ, ഈ 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ഡാഷ് ലൈൻ ആണെങ്കിൽ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ ഡയമെൻഷനും റൈറ്റ് ഹാൻഡ് സൈഡ് ഡയമെൻഷനും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ഡയമെൻഷൻ ഏതാണെന്ന് നമുക്ക് അറിയില്ല. എന്തിൻ്റെ ക്വാണ്ടിറ്റി, അതായത് ഏതിൻ്റെ ഡയമെൻഷനാണെന്ന് നമുക്ക് അറിയില്ല. ഇവിടെ ഫോഴ്സിൻ്റെ ആയതുകൊണ്ട് MLT റേസ് ടു -2 എന്ന് എഴുതാമായിരുന്നു. എൻ്റെയും ബിൻ്റെയും സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ എന്താ കണ്ടീഷൻ? ഏതിൻ്റെ നമുക്ക് അറിയില്ല. അറിയാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ജസ്റ്റ് പവർ ABC എന്ന് കൊടുക്കുന്നു. അത് ഓരോ ക്വാണ്ടിറ്റി എടുക്കുന്ന സമയത്തും ഏത് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് ആണോ കൺവേർട്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് കൊണ്ട് എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ മാറിക്കൊണ്ടേയിരിക്കും. ഇവിടെ നമുക്ക് N2 കാണേണ്ടത്. N2 ആണെങ്കിൽ ഇതിന് ഭാഗത്തേക്ക് എടുത്താൽ N2 ഈസ് ഈക്വൽ ടു N1 ഇവിടെയുണ്ട്. M1 റേസ് ടു A, L1 റേസ് ടു B, T1 റേസ് ടു C ഡിവൈഡഡ് ബൈ M2 റേസ് ടു A, L2 റേസ് ടു B, T2 റേസ് ടു C. ഇതിന് നമുക്ക് എഴുതാം N1 ഇൻറ്റു M1 ബൈ M2 ഓൾ റേസ് ടു A, L1 ബൈ L2 ഓൾ റേസ് ടു B, T1 ബൈ T2 ഓൾ റേസ് ടു C. ഇതാണ് N2 കാണുന്ന ഇക്വേഷൻ. അപ്പോൾ N2 ഈസ് ഈക്വൽ ടു N1 ഇൻറ്റു M1 ബൈ M2 ഓൾ റേസ് ടു A, L1 ബൈ L2 ഓൾ റേസ് ടു B, T1 ബൈ T2 ഓൾ റേസ് ടു C. ഇനി ഓരോ നോക്കാം. N2 is the number of quantities in the second system. N1 is the number of quantities in the first system, or value of the quantity. ഏത് ക്വാണ്ടിറ്റിയുടെ വാല്യൂ ആണ് അതാണ് N1 ഉം N2 ഉം. M1 is the mass in the first system and M2 is the mass in the second system. A is the power of M in the dimension of a quantity in which the unit to be converted. എന്താ പറഞ്ഞത്? ഏത് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് ആണോ കൺവേർട്ട് ചെയ്യുന്നത് ആ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷനിലെ എമ്മിൻ്റെ പവറാണ് A. അതേപോലെ L1 is the length in the first system, L2 is the length in the second system. B is the power of L in the dimension of the quantity in which the unit to be converted. ഏത് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് ആണോ കൺവേർട്ട് ചെയ്യേണ്ടത് ആ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷനിലെ Lൻ്റെ പവറാണ് B. And T1 is the time in the first system, T2 is the time in the second system. C is the power of T in the dimension of a quantity in which the unit to be converted. ഏത് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് ആണോ കൺവേർട്ട് ചെയ്യേണ്ടത് ആ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷനിലെ ടീൻ്റെ പവറാണ് C. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ 1 ന്യൂട്ടൺ ഡൈനിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 1 ന്യൂട്ടൺ ആണെങ്കിൽ നമുക്ക് എഴുതാം ഇവിടെ ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ SI സിസ്റ്റം ആണ്, അതേസമയത്ത് ഡൈൻ എന്ന് പറഞ്ഞാൽ CGS സിസ്റ്റം ആണ്. അപ്പോൾ എനിക്ക് SI സിസ്റ്റത്തെ CGS സിസ്റ്റത്തിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ N1 എത്രയുണ്ട്? എത്ര ന്യൂട്ടണാണ് കൺവേർട്ട് ചെയ്യേണ്ടത്? 1 ന്യൂട്ടൺ. ഈ 5 ന്യൂട്ടൺ ആണെങ്കിൽ N1 = 5,
10 ന്യൂട്ടൺ ആണെങ്കിൽ n1 is equal to 10. 1 ന്യൂട്ടൺ ആയതുകൊണ്ട് n1 is equal to 1. m1 is the unit of mass in the first system. ഫസ്റ്റ് സിസ്റ്റത്തിലെ മാസിൻ്റെ യൂണിറ്റ്. ഫസ്റ്റ് SI സിസ്റ്റം ആണല്ലോ, ഇതിൻ്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ്. അപ്പോൾ 1 കിലോഗ്രാം. ഇതിനെ നമുക്ക് എങ്ങോട്ടാണ് മാറ്റേണ്ടത്? ഇതിനെ CGS. അപ്പോൾ CGS ആകുമ്പം ഇതിന് 1 കിലോഗ്രാമിന് എത്ര ഗ്രാമാണ്? 1000 ഗ്രാമാണ്. ശരിയല്ലേ? ഈ M2 എത്രയാണ്? M2 എന്ന് പറഞ്ഞാൽ അവിടെ മാസ് ഓഫ് യൂണിറ്റ് ഓഫ് മാസ് ഇൻ ദ സെക്കൻഡ് സിസ്റ്റം. സെക്കൻഡ് സിസ്റ്റത്തിലെ മാസിൻ്റെ യൂണിറ്റ് ഗ്രാം അല്ലേ? അതേപോലെ L1 ഈസ് ദ യൂണിറ്റ് ഓഫ് ലെങ്ത് ഇൻ ദ ഫസ്റ്റ് സിസ്റ്റം. ഫസ്റ്റ് സിസ്റ്റത്തിൽ ലെങ്ത് യൂണിറ്റ് എത്രയാണ്? മീറ്റർ. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്റർ? 100 സെൻറ്റിമീറ്റർ. L2 എന്ന് പറഞ്ഞാലോ 1 സെൻറ്റിമീറ്റർ. T1 എത്രയാ? ടൈം എല്ലാത്തിനും 1 സെക്കൻഡ് ആണ്. T2 1 സെക്കൻഡ് ആണ്. ഇനി നമുക്ക് ഏത് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റാണ് കൺവേർട്ട് ചെയ്യുന്നത്? ഫോഴ്സിൻ്റെ യൂണിറ്റ് അല്ലേ ന്യൂട്ടൺ. അപ്പോൾ ഫോഴ്സിൻ്റെ യൂണിറ്റല്ലേ കൺവേർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എഴുതുന്നു. ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് എത്രയാണ്? ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് നിങ്ങൾ പഠിച്ചത് mL(T⁻²). ഇവിടെ ഏത് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് ആണോ കൺവേർട്ട് ചെയ്തത് ആ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ്റെ എമ്മിൻ്റെ പവറാണ് എ. അപ്പോൾ ഫോഴ്സിൽ എമ്മിൻ്റെ പവറാണ് എ. അപ്പോൾ എ ഇസ് ഈക്വൽ ടു, ഇവിടെ എമ്മിൻ്റെ പവർ എത്രയാ? 1. ബി ഇസ് ഈക്വൽ ടു എല്ലിൻ്റെ പവർ എത്രയാ? 1. സി ഇസ് ഈക്വൽ ടു ടീൻ്റെ പവർ എത്രയാ? -2. അങ്ങനെയാണ് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ N2 ഇസ് ഈക്വൽ ടു N1 ഇൻറ്റു എത്രയാ? N1 ഇൻറ്റു M1/M2. M1 1000 ഗ്രാം ബൈ 1 ഗ്രാം റേസ് ടു 1. ഇനി L1 എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ബൈ 1 സെൻറ്റിമീറ്റർ റേസ് ടു ബി എത്രയാ? 1. 1 സെക്കൻഡ് ബൈ 1 സെക്കൻഡ് റേസ് ടു -2. ഗ്രാമും ഗ്രാമും കട്ട് ചെയ്ത് 1 ഇൻറ്റു 1000 1000 ഇൻറ്റു സെൻറ്റിമീറ്റർ സെൻറ്റിമീറ്റർ ബൈ 100 സെക്കൻഡും സെക്കൻഡും പോയി 1/1 1 1 റേസ് ടു -2 1. അതായത് 1 2 3 4 5. അപ്പോൾ നമുക്ക് എഴുതാം 10⁵. അപ്പോൾ N2ൻ്റെ വാല്യൂ 10⁵ ആണ്. ആ N2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എഴുതാം 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു 10⁵ ഡൈൻ. 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു 10⁵ ഡൈൻ. ഇതാണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇക്വേഷൻ പഠിച്ചു വെക്കുക. N2 ഈസ് ഈക്വൽ ടു N1 ഇൻറ്റു M1/M2 റേസ് ടു എ, L1/L2 റേസ് ടു ബി, T1/T2 റേസ് ടു സി. ഓരോന്നും അറിയണം. M1 ഈസ് ദ യൂണിറ്റ് ഓഫ് മാസ് ഇൻ ദ ഫസ്റ്റ് സിസ്റ്റം. M2 ഈസ് ദ യൂണിറ്റ് ഓഫ് മാസ് ഇൻ ദ സെക്കൻഡ് സിസ്റ്റം. L1 is the unit of length in the first system. L2 is the unit of length in the second system. T1 is the unit of time in the first system. T2 is the unit of time in the second system. A, B and C are the powers of M, L and T in the dimension of a quantity in which the unit to be converted. അതായത് ഏത് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് ആണോ കൺവേർട്ട് ചെയ്യുന്നത് ആ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷനിലെ എമ്മിൻ്റെയും എല്ലിൻ്റെയും ടീൻ്റെയും പവറാണ് എയും ബിയും സിയും. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ആദ്യമായിട്ട് ന്യൂട്ടൺ ഡൈനിലോട്ട് കൺവേർട്ട് ചെയ്തു. ക്ലിയർ ആണോ? ഓക്കെ, സെക്കൻഡ് എക്സാമ്പിൾ നോക്കിക്കോളൂ. 1 ജൂൾ ഈസ് ഈക്വൽ ടു ഡാഷ് എർഗ്. അപ്പോൾ ജൂൾ എന്ന് പറഞ്ഞാൽ SI യൂണിറ്റ് ഓഫ് എനർജി. എർഗ് ഈസ് ദ CGS യൂണിറ്റ് ഓഫ് എനർജി. ഇവിടെ നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് ഇക്വേഷൻ ഇതാണ്. N2 ഈസ് ഈക്വൽ ടു N1 ഇൻറ്റു M1/M2 റേസ് ടു എ, L1/L2 റേസ് ടു ബി, T1/T2 റേസ് ടു സി. അതിനൊന്നും മാറ്റമില്ല. N1 എത്രയാ? 1 ജൂളിനെ കൺവേർട്ട് ചെയ്യുക. അപ്പോൾ N1 ഈസ് ഈക്വൽ ടു 1. ഇവിടെയും SI സിസ്റ്റത്തിനെ CGSലൂടെ കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പം N1 ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ഇനി M1 എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഓഫ് മാസ് ഇൻ ദ ഫസ്റ്റ് സിസ്റ്റം. ഫസ്റ്റ് SI സിസ്റ്റം ആണ്. SI സിസ്റ്റത്തിൽ മാസിന് യൂണിറ്റ് കിലോഗ്രാം ആണ്. 1 കിലോഗ്രാം CGSലോട്ട് മാറ്റണമെങ്കിൽ അത് 1000 ഗ്രാം ആണ്.
M2 എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഓഫ് മാസ് ഇൻ ദ സെക്കൻഡ് സിസ്റ്റം, അത് 1 gram ആണ്. L1 ഈസ് എ യൂണിറ്റ് ഓഫ് ലെങ്ത് ഇൻ ദ ഫസ്റ്റ് സിസ്റ്റം. ഫസ്റ്റ് സിസ്റ്റം SI സിസ്റ്റത്തിലെ ലെങ്ത് യൂണിറ്റ് 1 meter. അത് നമ്മൾ CGSലോട്ട് മാറ്റണം. അപ്പോൾ 100 centimeter. L2 എന്ന് പറഞ്ഞാൽ 1 centimeter. T1 T2 പിന്നെ 1 second ആണ്. ഇനി ഇവിടെ ഏത് ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷനാണ് മാറ്റുന്നത്? ഏത് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റാണ് മാറ്റുന്നത്? എനർജിയുടെ യൂണിറ്റ് ആണ്. അപ്പോൾ എനർജിയുടെ ഡയമെൻഷൻ എന്താ? ഡയമെൻഷൻ ഓഫ് എനർജി നമ്മൾ പഠിച്ചത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? ml² T⁻². അപ്പോൾ ഇവിടുത്തെ എമ്മിൻ്റെ പവറാണ് A = 1, എല്ലിൻ്റെ പവറാണ് B, അത് എത്രയാ? B = 2. അതേപോലെ ടീൻ്റെ പവറാണ് C = -2. കിട്ടിയല്ലോ. ഇനി നമ്മുടെ ഇക്വേഷനിലേക്ക് എഴുതാം. N2 = N1 1 × M1 എത്രയാ? 1000/1 all⁻1. എൻ്റെ വാല്യൂ 1 ആണ്. L1 100/L2 1 all⁻B വാല്യൂ 2 ആണ്. ഓക്കെ. പിന്നെ ടൈം ആണെങ്കിൽ 1/1 all⁻2. അപ്പോൾ 100² ഉണ്ട് ഇവിടെ. 100² ആകുമ്പം ഇവിടെ 4 0 വരും. അങ്ങനെയാണെങ്കിൽ എത്ര വരിക? 10⁻7. അപ്പോൾ നമുക്ക് എഴുതാം 1 joule = 10⁻7 erg. 1 joule = 10⁻7 erg. ഇതേപോലെയാണ് ഈ യൂണിറ്റ് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി വേണമെങ്കിൽ നമുക്ക് മറ്റൊന്ന് 13.6 gram/centimeter³ = dash kg/m³. അപ്പോൾ gram/centimeter³ ആണെങ്കിലും kg/m³³ ആണെങ്കിലും ആരുടെ യൂണിറ്റ് ആണ്? ഡെൻസിറ്റിയുടെ യൂണിറ്റ് ആണ്. അപ്പോൾ ഡെൻസിറ്റിയെ ഞാൻ കൺവേർട്ട് ചെയ്യുന്നത്, അപ്പോൾ ഡെൻസിറ്റിയെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇതേ ഇക്വേഷൻ യൂസ് ചെയ്യാം. N1 ഈസ് ഇത് ഏതാണ്? gram/centimeter³. gram/centimeter, ഗ്രാമും സെന്റിമീറ്ററും CGS ആണ്. അപ്പോൾ നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് എവിടെ നിന്ന് എങ്ങോട്ടാണ്? CGSൽ നിന്ന് എങ്ങോട്ടാണ്? SIയിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്. CGSൽ നിന്ന് SIയിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്. ശരിയല്ലേ? അപ്പോൾ ഇവിടെ N1 വാല്യൂ എത്രയാ? N1 = 13.6 അല്ലേ N1 വാല്യൂ? അപ്പോൾ N1 വാല്യൂ 13.6 കിട്ടി. ഇനി M1 എന്ന് പറഞ്ഞാൽ ഇത് CGS സിസ്റ്റമാണ്. CGS സിസ്റ്റത്തിൽ മാസിൻ്റെ യൂണിറ്റ് എന്താണ്? ഗ്രാമാണ്. ഓക്കെ. അപ്പോൾ ഇതിനെനിക്ക് എങ്ങോട്ടാണ് മാറ്റേണ്ടത്? ഇതിനെ കൺവേർട്ട് ചെയ്യേണ്ടത് എങ്ങോട്ടാണ്? കിലോഗ്രാമിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. 1 gram എന്ന് പറഞ്ഞാൽ എത്രയാ? 10⁻³ കിലോഗ്രാം ആണ്. അത് എവിടുന്ന് കിട്ടിയതാ? 1000 gram = 1 kilogram. അപ്പം 1 gram = 1/1000 kilogram. ഈ 1000 നമുക്ക് എന്ത് എഴുതാം? 1000 എന്ന് പറഞ്ഞാൽ 10³ അല്ലേ? അപ്പോൾ ഈ 10³ മേലേക്ക് എടുത്തു കഴിഞ്ഞാൽ 10⁻³ kilogram എന്ന് കിട്ടും. അപ്പോൾ 1 gram = 10⁻³ kilogram ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്താ കിട്ടി? M1 കിട്ടി. M1 യൂണിറ്റ് ഓഫ് മാസ് ഇൻ ദ ഫസ്റ്റ് സിസ്റ്റം. അതായത് ഇത് CGS ആകുമ്പോൾ ഗ്രാം ആണ്, അതിനെ കിലോഗ്രാമിലേക്ക് മാറ്റണം. 1 gram എന്ന് പറഞ്ഞാൽ 10⁻³ kilogram ആണ്. ഇനി രണ്ടാമത്തെ SI സിസ്റ്റത്തിൽ മാസ് യൂണിറ്റ് ഓഫ് മാസ് കിലോഗ്രാം. L1 എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഓഫ് ലെങ്ത്. ലെങ്ത്തിന് യൂണിറ്റ് ആണ് ഇൻ ഫസ്റ്റ് സിസ്റ്റം. ഫസ്റ്റ് സിസ്റ്റം ആണ്. ഇതിന്റെ യൂണിറ്റ് എത്രയാണ്? സെന്റിമീറ്റർ ആണ്. 1 centimeter എത്ര മീറ്ററാ? 1 centimeter 10⁻² meter. അതായത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 100 centimeter = 1 meter. 1 centimeter = 1/100 meter. 1/100 എന്ന് പറഞ്ഞാൽ എത്രയാ? 1/100 10². ഈ 10² മേലേക്ക് എടുത്താൽ 10⁻² meter. അതേപോലെ L2 ഈസ് എ യൂണിറ്റ് ഓഫ് ലെങ്ത് ഇൻ ദ സെക്കൻഡ് സിസ്റ്റം 1 meter. ശരിയല്ലേ? ഇനി T1 യൂണിറ്റ് ഓഫ് ടൈം ഇൻ ഫസ്റ്റ് സിസ്റ്റം സെക്കൻഡ് തന്നെയാണ്. സെക്കൻഡ് സിസ്റ്റത്തിലും സെക്കൻഡ് തന്നെയാണ്. പിന്നെ ഏത് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റാണ് കൺവേർട്ട് ചെയ്യുന്നത്? ഡെൻസിറ്റിയുടെ യൂണിറ്റാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ എന്തായിരുന്നു? ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ ml⁻³ ആയിരുന്നു. നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ml⁻3. അപ്പോൾ ml⁻³ ആണെങ്കിൽ എയുടെ വാല്യൂ എമ്മിൻ്റെ പവർ 1, ബിയുടെ വാല്യൂ എല്ലിൻ്റെ പവർ -3.
സിയുടെ വാല്യൂ ടിയുടെ പവറുടെ ടി ഇല്ലല്ലോ, അപ്പോൾ ടി റൈസ് ടു 0 ആണ്. അപ്പോൾ സി ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഓക്കെ, നേരത്തെ ചെയ്ത പോലെ ഇതേ ഇക്വേഷൻ n2 ഈസ് ഈക്വൽ ടു n1 ഇൻറ്റു m1 ബൈ m2 റൈസ് ടു എ l1 ബൈ l2 റൈസ് ടു ബി t1 ബൈ t2 റൈസ് ടു സി. അപ്പോൾ n2 ഈസ് ഈക്വൽ n1 എത്രയാണ് പറഞ്ഞത്? n1 ഈസ് ഈക്വൽ ടു നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് 13.6 ആണ്. പിന്നെ എന്താണ് m1 എന്ന് പറഞ്ഞാൽ 10 റൈസ് ടു -3 കിലോഗ്രാം ആണ് ബൈ കിലോഗ്രാം കിട്ടി. പിന്നെ L1 എത്രയാ? 10 റൈസ് ടു -2 മീറ്റർ, 10 റൈസ് ടു -2 മീറ്റർ, താഴെ 1 മീറ്റർ, അത് മീറ്ററും കട്ട് ചെയ്തു. പിന്നെ ബിൻ്റെ വാല്യൂ -3 ആണ്, T1 റൈസ് ടു 0. ഇനി എന്താ വരിക? ഇവിടെ 13.6 ഇൻറ്റു ശ്രദ്ധിക്കുക, 13.6 ഇൻറ്റു 10 റൈസ് ടു -3 ഓൾ റൈസ് ടു -1 എന്ന് പറഞ്ഞാൽ 10 റൈസ് ടു -3, 10 റൈസ് ടു -2 ഓൾ റൈസ് ടു -3, എ റൈസ് ടു എം ഓൾ റൈസ് ടു n ഈസ് ഈക്വൽ ടു എ റൈസ് ടു m എന്നല്ല പിടിച്ചത്. അതേപോലെ 10 റൈസ് ടു -2 ഇൻറ്റു -3 ഇൻറ്റു 1 റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 തന്നെ. ശ്രദ്ധിക്കുക, ഈക്വൽ ടു 13.6 ഇൻറ്റു 10 റൈസ് ടു -3 ഇൻറ്റു 10 റൈസ് ടു -2 ഇൻറ്റു -3 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 2 ഇൻറ്റു 3 6 ഇൻറ്റു 1 റൈസ് ടു 1. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഇനി എന്ത് എഴുതാൻ നമുക്ക്? ഇവിടെ നോക്കിയേ, ഈക്വൽ ടു 13.6 ഇൻറ്റു എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു n ഈസ് ഈക്വൽ ടു എ റൈസ് ടു m പ്ലസ് n അല്ലേ? അതായത് എന്താ വരിക ഇവിടെ? 10 റൈസ് ടു -3 പ്ലസ് 6. എന്താ -3 പ്ലസ് 6? വലുതെന്ന് ചെറുത് കുറച്ച് വലുതിന് ചിഹ്നം ഇടുക. ദാറ്റ് ഈസ് 13.6 ഇൻറ്റു 10 റൈസ് ടു 3. ഇതാണ് n2. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? n1 എത്രയായിരുന്നു? 13.6 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടിയത്? 13.6 ഇൻറ്റു 10 റൈസ് ടു 3 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ക്ലിയർ ആണോ? ഇവിടെ വേണം 13.6 കട്ട് ചെയ്താൽ വേണം നമുക്ക് ഇങ്ങനെയും എഴുതാം, 1 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് ഈസ് ഈക്വൽ ടു 10 റൈസ് ടു 3 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇത് നമുക്ക് ഒരുപാട് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുണ്ടോ? അപ്പോൾ 13.6 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് ഈസ് ഈക്വൽ ടു 13.6 ഇൻറ്റു 10 റൈസ് ടു 3 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇതാണ് നമ്മുടെ ഡയമെൻഷനിൻ്റെ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ. അപ്പോൾ 3 ആപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചു. ഒന്ന്, ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദി ഇക്വേഷൻ. 2, ഡിറൈവ് റിലേഷൻ ബിറ്റ്വീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. 3, കൺവേർട്ട് വൺ സിസ്റ്റം ഓഫ് യൂണിറ്റ് ഇൻറ്റു അനദർ സിസ്റ്റം. ഇതാണ് ഡയമെൻഷനിലെ ആപ്ലിക്കേഷൻസും. ഇപ്പോൾ ഡയമെൻഷൻ ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട് ഞാൻ പറഞ്ഞു, നേരത്തെ കുറച്ച് ലിമിറ്റേഷൻസ് പറഞ്ഞിരുന്നു. അപ്പോൾ ഒന്നിച്ച് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന ലിമിറ്റേഷൻസ് ഓഫ് ഡയമെൻഷൻ അനാലിസിസ്. ഫസ്റ്റ് വണ്, dimensionally correct equation may or may not be mathematically correct. Dimensionally correct equation ഒന്നുകിൽ മാത്തമെറ്റിക്കലി കറക്റ്റ് ആവാം, അല്ലെങ്കിൽ കറക്റ്റ് ആവാതിരിക്കാം. അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ എക്സാമ്പിൾ തന്നെയായിരുന്നു. അതായത് നിങ്ങൾ പഠിച്ച ഇക്വേഷൻ ശ്രദ്ധിച്ചോ, v is equal to u plus 80. ഇതിന് ഞാൻ എന്ത് എഴുതി? v is equal to 100u plus 1080. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇവിടെ ഡയമെൻഷനലി കറക്റ്റ് ആണല്ലോ. ഇത് ഡയമെൻഷനലി കറക്റ്റാണ്. അപ്പോൾ ഡയമെൻഷനലി കറക്റ്റ് ആവുന്ന സമയത്ത് ഇത് മാത്തമെറ്റിക്കലി കറക്റ്റ് ആയിരിക്കുമോ? അല്ല, ഒരിക്കലും കറക്റ്റ് അല്ല. അപ്പോൾ ഡയമെൻഷനലി കറക്റ്റ് ഇക്വേഷൻ മേ ഓർ മേ നോട്ട് ബി മാത്തമെറ്റിക്കലി കറക്റ്റ്. ഡയമെൻഷനലി കറക്റ്റ് ഇക്വേഷൻ ഒന്നുകിൽ മാത്തമെറ്റിക്കലി കറക്റ്റ് ആവാം, അല്ലെങ്കിൽ കറക്റ്റ് ആവാതിരിക്കാം. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല. ഓക്കെ, രണ്ടാമത്തത് ന്യൂമറിക്കൽ വാല്യൂസ്. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ന്യൂമറിക്കൽ വാല്യൂസ്, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്, സൈന് കോസ് ടാൻ നോക്കാം. ലോഗരിതമിക് ഫംഗ്ഷൻസ്, ലോഗ് എക്സ്, ലോഗ് വൈ, ലോഗ് 1, ലോഗ് 10 ഒക്കെ ഉണ്ട്. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ്, അതായത് പവറായിട്ട് വരുന്ന ഇ റൈസ് ടു സംതിങ് ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഇതിനൊന്നും ഡയമെൻഷൻ ഇല്ല. അപ്പോൾ ഇതൊന്നും ഡയമെൻഷൻ ഇല്ലാത്തത് കൊണ്ട് ഇത്തരം കോൺസ്റ്റൻസുകളെല്ലാം ഒരു ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒന്നും പറയാൻ ഡയമെൻഷന് കഴിയില്ല. അങ്ങനത്തെ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ഡയമെൻഷന് കഴിയില്ല. അങ്ങനത്തെ ഒരു ഇക്വേഷൻ ചെക്ക് ചെയ്യാൻ ഡയമെൻഷന് കഴിയില്ല. ഇവിടെ അതല്ല പ്രശ്നം. നോക്കിയ ഈ ന്യൂമറിക്കൽ വാല്യൂന് ഡയമെൻഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഇത് ഡയമെൻഷനലി കറക്റ്റ് ആയിട്ട് മാറിയത്. അപ്പോൾ എന്താ പറഞ്ഞത്? ഒന്നാമത്തത്, ഡയമെൻഷനലി കറക്റ്റ് ഇക്വേഷൻ
മേ ഓർ മെ നോട്ട് മാത്തമാറ്റിക്കലി കറക്റ്റ്. ഒന്നുകിൽ മാത്തമാറ്റിക്കലി കറക്റ്റ് ആവാം, അല്ലെങ്കിൽ കറക്റ്റ് ആവാതിരിക്കാം. അപ്പോൾ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റൂല, അതൊരു ലിമിറ്റേഷൻ തന്നെയല്ലേ. രണ്ടാമത്തതോ ന്യൂമറിക്കൽ വാല്യൂസ്, ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്, ലോഗരിതമിക് ഫങ്ഷൻസ്, ഇതിനൊന്നും എന്തില്ല, ഡയമെൻഷൻ ഇല്ല. അപ്പോൾ ഇതിനൊന്നും ഡയമെൻഷൻ ഇല്ലാത്തതുകൊണ്ട് ഇത്തരം ക്വാണ്ടിറ്റീസ് ഒരു ഇക്വേഷനിൽ വരികയാണെങ്കിൽ അത് ആ ഇക്വേഷൻ ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനോ ആരെക്കൊണ്ട് കഴിയില്ല, ഡയമെൻഷണൽ ഫോമിൽ കഴിയില്ല. ഓക്കെ. മൂന്നാമത്തെ ലിമിറ്റേഷൻ, ഇവിടെ ഒന്നിലധികം ടേം വരുന്ന ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാനും പറ്റൂല. അതായത് v = u + at, ഇത് ഡിറൈവ് ചെയ്യാൻ ഡയമെൻഷൻ ഉപയോഗിച്ച് കഴിയൂല. ഡയമെൻഷൻ ഉപയോഗിച്ച് f = m ഡിറൈവ് ചെയ്യാം. കൈനറ്റിക് എനർജി ½ mv² ഡിറൈവ് ചെയ്യാം. അതെല്ലാം നമ്മൾ ചെയ്തതാ. ടൈം പീരീഡ് t = 2.√L/g ഡിറൈവ് ചെയ്യാം. ഇതൊക്കെ അതായത് ഒരു ടേം മാത്രമുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. ഇഫ് ദ ഇക്വേഷൻ കൺസിസ്റ്റ് ഓഫ് മോർ ദാൻ വൺ ടേം, ദാറ്റ് ടൈപ്പ് ഓഫ് കനോട്ട് ഇക്വേഷൻ കനോട്ട് ബി ഡിറൈവ്ഡ് ബൈ യൂസിങ് ഡയമെൻഷൻ അനാലിസിസ്. ഇപ്പോൾ ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ച് ഒന്നിലധികം ടേംസ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒന്നിലധികം ടേംസിൽ ഇക്വേഷൻ ഒന്നും ഡിറൈവ് ചെയ്യാൻ കഴിയില്ല. s = ut + ½ at² ഡിറൈവ് ചെയ്യാൻ പറ്റൂല. s = ut മാത്രം വേണം ഡിറൈവ് ചെയ്യാം, പക്ഷേ ut + ½ at² ഡിറൈവ് ചെയ്യാൻ അതുകൊണ്ട് കഴിയില്ല, ഡയമെൻഷൻ അനാലിസിസിന് കഴിയില്ല. എന്തേ കാരണം, ഇവിടെ സം ടേം വരികയാണെങ്കിലും അതായത് ഡിഫറൻസ് വരികയാണെങ്കിലും അവിടെ എന്താ സംഭവിക്കുക, സമ്മും ഡിഫറൻസ് വന്ന സമയത്ത് അതിനെല്ലാം ഒരു ഡയമെൻഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ഒന്നിലധികം ഡയമെൻഷൻ ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് എന്താ പറഞ്ഞത്, റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒന്നിലധികം ടേംസ് വരികയാണെങ്കിൽ അത് ഡിറൈവ് ചെയ്യാൻ പറ്റില്ല. അതായത് പ്ലസോ മൈനസോ വരണം. മൾട്ടിപ്ലിക്കേഷൻ ഓക്കെ, അതായത് പ്രഷർ h/dg അങ്ങനെ വേണം എഴുതാം, അല്ലെങ്കിൽ എനർജി mgh, അതൊക്കെ പ്രൂവ് ചെയ്യാൻ പറ്റും. കാരണം അവിടെ m × g × h മൾട്ടിപ്ലിക്കേഷൻ പോസിബിളാണ്. അതെല്ലാം കൂടി ഒറ്റ ടേം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. +½ mv² ഉണ്ടെങ്കിൽ അത് ഡിറൈവ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒന്നിലധികം ടേംസ് ഉണ്ടെങ്കിൽ അത് ഡിറൈവ് ചെയ്യാൻ ഡയമെൻഷണൽ ഫോമിൽ ഉപയോഗിച്ച് കഴിയില്ല. ഓക്കെ. ഇനി നാലാമത്തെ ലിമിറ്റേഷൻ പറഞ്ഞത്, if a quantity depends on more than 3 factors, മൂന്നിലധികം ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇവിടെ നമ്മൾ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത സമയത്ത് 3 ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന നമ്മൾ പറഞ്ഞത്, മൂന്നിലധികം ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഡയമെൻഷൻ അത്ര ഈസി അല്ല. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ടി ടു ഡിറൈവ് ദ റിലേഷൻ. അപ്പോൾ അത്രയും റിലേഷൻ ഡിറൈവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇതൊക്കെയാണ് ഡയമെൻഷൻ്റെ ലിമിറ്റേഷൻസ്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഡയമെൻഷൻ എന്താ നമ്മൾ പറഞ്ഞു, ഡയമെൻഷൻ അനാലിസിസും പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മെഷർമെൻറ്റ് ഓഫ് ലെങ്ത് പറഞ്ഞ സമയത്ത് ലാർജ് ഡിസ്റ്റൻസിൻ്റെ മെഷർമെൻറ്റ്, അത് ഞാൻ അവസാനം പറയാമെന്ന് പറഞ്ഞിരുന്നു. അതും അതിൻ്റെ 2 പ്രോബ്ലങ്ങൾ നമുക്ക് നോക്കാം. ലാർജ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന ഡിഫറെൻറ്റ് മെത്തേഡുകൾ, ഒന്നാണ് സോണാർ, സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. അതായത് ഒരു സിയുടെ ഡെപ്ത് മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, സോണാറാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്ന സൗണ്ട് വേവ്സ് ആണ്. സൗണ്ട് വേവ് അൾട്രാസോണിക് സൗണ്ട് വേവ്, 20 kHz കൂടുതലുള്ള സൗണ്ട് നമുക്ക് ഓഡിബിൾ അല്ല. നമുക്ക് ഓഡിബിൾ ആവുന്നത് 20 Hz മുതൽ 20 kHz വരെയാണ്. അപ്പോൾ 20 kHz കൂടുതലുള്ള സൗണ്ട് വേവ്സ് എന്ത് ചെയ്യുന്നു, സെൻഡ് ചെയ്യുന്നു. നമുക്കറിയാം ബാറ്റ്, വവ്വാൽ, അത് ഇരയെ പിടിക്കുന്നത് എങ്ങനെയാണ്, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ്. പക്ഷെ ആ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. ഇവിടെയും അതേപോലെ തന്നെ സോണാർ അൾട്രാസോണിക് സൗണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ അൾട്രാസോണിക് സൗണ്ട് താഴേക്ക് സെൻഡ് ചെയ്യുന്നു. അവിടെ തിരിച്ചു വരുന്ന ആ സൗണ്ടിനെ തന്നെ എന്ത് ചെയ്യുന്നു, ഡിറ്റക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു സോണാർ ഡിവൈസ് ഉണ്ട്. ആ സോണാർ എന്ത് ചെയ്യുന്നുണ്ട്, അൾട്രാസോണിക് സൗണ്ട് താഴേക്ക് സെൻഡ് ചെയ്യുന്നു. എന്നിട്ട് താഴ്ന്ന് റിഫ്ലക്ട് ചെയ്ത് വരുന്നതിന് എന്ത് ചെയ്യുന്നു, ഡിറ്റക്റ്റ് ചെയ്യുന്നു. അത് ഒരു സ്ഥലത്ത് വെച്ചെന്നല്ല എന്ത് ചെയ്യാം, ഇത് ഒരുപാട് സ്ഥലത്ത് വെച്ച് സോണാർ ഉപയോഗിക്കും. അപ്പം ഒരുപാട് തവണയും റിപ്പീറ്റ് ചെയ്യും. ഇത് എന്തിനാ, എറർ മിനിമൈസ് ചെയ്യാൻ വേണ്ടി. ഇത് എവിടെ നിന്നാണ്, സിയുടെ ഏറ്റവും താഴെ തന്നെയാണോ റിഫ്ലക്ട് ചെയ്യുന്നത്, ഇനി മറ്റെന്തെങ്കിലും ഫിഷോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വെയിൽസോ പോകുന്ന സമയത്ത് അതിനെ തട്ടി റിഫ്ലക്ട് ചെയ്താൽ അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവരിത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യും. എന്നിട്ടാണ് എറർ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഈ സൗണ്ട് വേവ് താഴെ പോയിട്ട് തിരിച്ച് മേലെത്താൻ ആവശ്യമായ ടൈം, ആ ടൈമാണ് നോട്ട് ചെയ്യുന്നത്. അപ്പോൾ ടി ഈസ് ദ ടൈം ടേക്കൺ ബൈ ദി സൗണ്ട്. എന്തിനാവശ്യമായ ടൈമാണ്, ടു റീച്ചസ് ദി ഡിവൈസ് ബാക്ക്. അവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്ത് താഴെ തട്ടി തിരിച്ചാൻ ആവശ്യമായ ടൈമാണ് ടി. അപ്പോൾ നമുക്കറിയാം ഇവിടെ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഇനി അതല്ല, ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. ഇവിടെ ശ്രദ്ധിച്ച്, ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ഡിസ്പ്ലേസ്മെൻറ്റ്, ഈ താഴേക്കുള്ള ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം.
അപ്പോൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്രയാണ്? താഴേക്ക് ഡി ഉണ്ട്, മേലക്കും ഡി ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിട്ട് മാറി? 2D ഈസ് ഈക്വൽ ടു ഇവിടെ എന്താ സ്പീഡ് എത്രയാ? സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ വാട്ടർ എടുത്തിരിക്കുന്നത് വി ആയിട്ടാണ്. വി ഇൻറ്റു ടൈം എത്രയാണ് എടുത്തത്? ടി ആണ്. ടി ഈസ് ദ ടൈം. എന്തിനാവശ്യമായ ടൈമാണ്? ഈ സോണാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് ഇവിടെ തട്ടി തിരിച്ചു തരാൻ ആവശ്യമായ, അതായത് 2D ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ ആവശ്യമായ ടൈമാണ് ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡി കാണാം. ഡി ഈസിക്കൽ ഡെപ്ത് ഓഫ് ദിസ് ഈസിക്കൽ ടു VT/2. ഇത് ഉപയോഗിച്ചുമ്പോൾ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഡെപ്ത് ഓഫ് ദിസ് ഈസിക്കൽ ടു ഡി ഈസിക്കൽ ടു VT/2. ഓക്കെ. ഫോർ എക്സാമ്പിൾ, എ സോണാർ ഡിവൈസ് സെൻഡ് എ ultrasonic sound that will be reflected back after 10 seconds. 10 സെക്കൻഡിന് ശേഷം തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ what is the depth കാണണം. അപ്പോൾ t ഈക്വൽ 10 സെക്കൻഡ് ആണ്. 10 സെക്കൻഡിന് ശേഷം തിരിച്ചു വന്നു. ഇവിടെ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ വാട്ടർ എന്ന് പറഞ്ഞാൽ 1500 m/s. ഇതും തന്നിട്ടുണ്ട്. അപ്പം ഇവിടെ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കാണാം? ഡെപ്ത് ഓഫ് ദി സി ഈസ് ഈക്വൽ ടു എത്രയാണ്? 10 ഇൻറ്റു VT 1500/2, അതായത് 15000/2 എന്ന് പറഞ്ഞാൽ 7500 മീറ്റർ, അതായത് 1.5 കിലോമീറ്റർ. ഇങ്ങനെ കറക്റ്റായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. എന്തെല്ലാം തന്നത്? ഇവിടെ നോക്കിയാൽ ടൈമും തന്നിട്ടുണ്ട്, സ്പീഡ് തന്നിട്ടുണ്ട്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഇത് വാട്ടറിലേക്ക് ആവുന്ന സമയത്തൊക്കെ പോസിബിൾ ആണ്. സിയോ ഡെപ്ത് മെഷർ ചെയ്യാമെല്ലാം പോസിബിൾ ആണ്. അതേ സമയത്ത് നമുക്ക് മേലേക്കുള്ള, അതായത് മേലേക്കൂടെ ഒരു എയറോപ്ലെയിൻ, ഒരു ഫ്ലൈറ്റ് പറക്കുകയാണ്, അതിൻ്റെ ഹൈറ്റ് കാണാൻ അവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സംവിധാനം റഡാർ സംവിധാനമാണല്ലോ. അതായത് ഈ ഫ്ലൈറ്റുമായിട്ട് കോൺടാക്ട് എപ്പോഴും പിന്നെ എയർ കൺട്രോളറായിട്ട് കോൺടാക്ട് ചെയ്യണമെങ്കിൽ പൈലറ്റ് എയർ കൺട്രോൾ റഡാർ സംവിധാനം ഉപയോഗിച്ചല്ലേ. അപ്പോൾ ഇവിടെ റഡാറാണ് യൂസ് ചെയ്യുന്നത്. റഡാർ ആവുന്ന സമയത്ത് റഡാർ യൂസ് ചെയ്യാനുള്ള കാരണം എന്താ? ഇവിടെ റേഡിയോ വേവ്സ് ആണ്. ഈ റേഡിയോ വേവ്സ് 3 ലക്ഷം km/s ആണ്. അതുകൊണ്ട് നേരെ മേലേക്ക് സെൻഡ് ചെയ്ത് അവിടെ തട്ടി തിരിച്ചു വരണം. അല്ലാതെ സൗണ്ട് വേവ്സ് ഒക്കെ ആണെങ്കിൽ മേലെത്തുമ്പോഴേക്ക് എന്ത് ചെയ്യും? നേരെ മേലേക്ക് നമ്മൾ സെൻഡ് ചെയ്യുന്നതെങ്കിൽ എയറിലുള്ള സൗണ്ടിൻ്റെ വെലോസിറ്റി 340 m/s മാത്രമാണ്. അപ്പോൾ മേലേക്ക് സെൻഡ് ചെയ്യുമ്പോഴേക്ക് ഫ്ലൈറ്റ് ഒരുപാട് ഫ്രണ്ടിലെത്തിപ്പോയി ഉണ്ടാവും. അപ്പോൾ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ അതേ സമയത്ത് ഇവിടെ ഫ്ലൈറ്റ് കാണുന്ന സമയത്ത് തന്നെ നേരെ റഡാർ വിട്ട് കഴിഞ്ഞാൽ അവിടെ തട്ടി തിരിച്ചു വരികയും ചെയ്യും. കാരണം 3 ലക്ഷം km/s ആണ്. അപ്പോൾ ഇവിടെ റഡാർ യൂസ് ചെയ്യുകയാണെങ്കിൽ റഡാർ യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെയും ശ്രദ്ധിച്ചോളൂ. ഇവിടെ നമുക്ക് എഴുതാം ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ഡിസ്റ്റൻസ് എത്രയാ? ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മേലേക്കുള്ള h, അതായത് ഇവിടുന്ന് ഒരു റേഡിയോ വേവ്സ് പ്രൊഡ്യൂസ് ചെയ്ത് ഇവിടെ തട്ടി തിരിച്ചു വരുന്നു. അപ്പോൾ ഡിസ്റ്റൻസ് മേലേക്ക് h, താഴേക്കും h. 2h ഈസ് ഈക്വൽ ടു ഇവിടുത്തെ വെലോസിറ്റി ഇൻറ്റു ടൈം. ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് c ആണ്, ഇൻറ്റു ടൈം. ടൈം ടി ആണ്. എന്തിനാവശ്യമായ ടൈമാണ്? ഈ റഡാർ ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്ത്, അതായത് റേഡിയോ വേവ്സ് ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്ത് മേലെ തട്ടി തിരിച്ചു വരുന്ന ടൈം, അതായത് 2h ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ ആവശ്യമായ ടൈമാണ് ടി. അങ്ങനെയാണെങ്കിൽ h ഈസ് ഈക്വൽ ടു CT/2. വളരെ ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇതിൻ്റെ എക്സാമ്പിൾ, എ റേഡിയോ ഈസ് സെൻഡിങ് ടുവേർഡ്സ് എയറോപ്ലെയിൻ. ഇറ്റ് വിൽ ബി റിഫ്ലക്റ്റഡ് ബാക്ക് ആഫ്റ്റർ 1 millisecond. 1 millisecond തിരിച്ചു വന്നു. 1 millisecond തിരിച്ചു വന്നാൽ വാട്ട് ഈസ് ദ ഹൈറ്റ്? ഏത് ഹൈറ്റിലാണുള്ളത്? അപ്പോൾ 1 millisecond ടൈം ഈസ് ഈക്വൽ 1 millisecond. 1 milli എന്ന് പറഞ്ഞാൽ 10⁻³ ആണല്ലോ. മില്ലിയാണ് 10⁻³ സെക്കൻഡ്. സി വെലോസിറ്റി ഓഫ് ലൈറ്റ് നമുക്കറിയാം 3 × 10⁸ m/s ആണ്. അപ്പോൾ ശ്രദ്ധിച്ച് നമുക്ക് h ഈസ് ഈക്വൽ എന്ത് എഴുതാം? 3 × 10⁸ × 10⁻³ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എത്ര വരിക? 10⁵. 3 × 10⁵. അപ്പോൾ 1.5 × 10⁵ വരും. 1.5 × 10⁵, അതായത് 1.5 ലക്ഷം മീറ്റർ. 1.5 ലക്ഷം മീറ്റർ എന്ന് പറഞ്ഞാൽ 150 കിലോമീറ്റർ. അപ്പോൾ 150 കിലോമീറ്റർ മേലെ ആണെങ്കിൽ പോലും 1 millisecond എന്ത് ചെയ്യുന്നുണ്ട്? ആ റേഡിയോ വേവ്സ് അവിടെ പോയി തിരിച്ചെത്തും. ഓക്കെ. ഇതാണ് നമ്മൾ സാധാരണ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതായിരിക്കും സോണാറും അതേപോലെ റഡാറും. ഇത് രണ്ടും അപ്ലൈ ചെയ്യാൻ കഴിയാത്തടത്താണ് മൂന്നാമത്തേത് പാരലാക്സ് മെത്തേഡ്. അതായത് നമുക്ക് ഇവിടുന്ന് സണ്ണിലേക്കുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യണം. സണ്ണിലേക്കാണെങ്കിൽ സോണാർ പറ്റൂലല്ലോ. കാരണം സൗണ്ട് വേവ്സ്, ശബ്ദ തരംഗങ്ങൾ സഞ്ചരിക്കണമെങ്കിൽ ഒരു മാധ്യമം ആവശ്യമാണ്. അപ്പം സൗണ്ട് വേവ്സിന് പ്രൊപ്പഗേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു മീഡിയം വേണം. നമുക്കറിയാം നമ്മുടെ ഇവിടെ എർത്ത് മുതൽ സണ്ണ് വരെ ഒരിക്കലും ഒരു മീഡിയം അറ്റ്മോസ്ഫിയർ ഇല്ല. നമ്മുടെ അന്തരീക്ഷം അറ്റ്മോസ്ഫിയറിൽ എത്ര മാത്രമാണ്? 297 കിലോമീറ്റർ മുകളിൽ വരെ മാത്രമാണ്. നമുക്കറിയാം ഇവിടുന്ന് സണ്ണിലേക്കുള്ള ഡിസ്റ്റൻസ് 291 അല്ല, വെരി ലാർജ് ആണ്. ഏതാണ്? 15 കോടി കിലോമീറ്റർ.
കറക്റ്റ് വാല്യൂ പറയുകയാണെങ്കിൽ 14,96,36,696 കിലോമീറ്റർ ഉണ്ട്. ഇത്രയും മേലെയാണ് നമ്മുടെ സൺ ഉള്ളത്. ഇതിൽ വെറും 297 കിലോമീറ്റർ മാത്രമാണ് എന്തുള്ളത്, അറ്റ്മോസ്ഫിയർ ഉള്ളത്. ബാക്കി 14,96,36,399 കിലോമീറ്ററും ഫ്രീ സ്പേസ് തന്നെയാണ്. അപ്പോൾ അവിടെ ആ ഫ്രീ സ്പേസിലൂടെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, സൗണ്ടിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റൂല. നിങ്ങൾ ഫ്രീ സ്പേസ് പോയി സംസാരിച്ചാൽ കേൾക്കാൻ കഴിയില്ല. കാരണം സൗണ്ടിന് ട്രാവൽ ചെയ്യണമെങ്കിൽ ഒരു മീഡിയം വേണം. പിന്നെ അവിടെ റഡാർ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ, നമ്മൾ ഇവിടുന്ന് റേഡിയോ വേവ്സ് സണ്ണിലേക്ക് വിട്ടാൽ അതേ റേഡിയോ വേവ്സ് തന്നെയാണ് തിരിച്ചു നമ്മൾ പറയാൻ പറ്റില്ലല്ലോ. സണ്ണും റേഡിയോ വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂല. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് പാരലാക്സ് മെത്തേഡ്. എന്താണ് പാരലാക്സ് മെത്തേഡ്? എന്താ പാരലാക്സ് മെത്തേഡ്? ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു മെഷർ എ വെരി ലാർജ് ഡിസ്റ്റൻസ്. വളരെ വലിയ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി മാത്രമേ ഇത് ഉപയോഗിക്കുള്ളൂ. വെരി വെരി ലാർജ്, അതായത് സ്പേസിലുള്ള ഡിസ്റ്റൻസ് മാത്രമേ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുള്ളൂ. ചെറിയ ചെറിയ ഡിസ്റ്റൻസ് ഒന്നും മെഷർ ചെയ്യാൻ ഇത് പോസിബിൾ അല്ല. വെരി ലാർജ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, ഇൻ പാരലാക്സ് മെത്തേഡ് ദ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് ഈസ് ഒബ്സർവ്ഡ് ഫ്രം 2 ഡിഫറെൻറ്റ് പൊസിഷൻസ് ഓൺ ദി ഗ്രൗണ്ട്. ഗ്രൗണ്ടിലുള്ള 2 ഡിഫറെൻറ്റ് പൊസിഷൻ എന്ത് ചെയ്യുന്നു, ആ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് ഒബ്സർവ് ചെയ്യുന്നു. അതായത് ഒരുപാട് മേലുള്ള ഒബ്ജക്റ്റ് ആണെങ്കിൽ ആദ്യം ഞാൻ ഇവിടുന്ന് ഒബ്സർവ് ചെയ്തു, ഒരുപാട് മേലെയുള്ളത് അങ്ങോട്ട് ഒബ്സർവ് ചെയ്തു. എന്നിട്ട് ക്ലിയർ ആയിട്ട് കാണുന്നില്ലെങ്കിലോ അല്പം മാറിയുന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു, വീണ്ടും നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. നമ്മൾ സാധാരണ ചെയ്യുന്നതല്ലേ, നമ്മുടെ ബസ് സ്റ്റാൻഡിലൊക്കെ ബസ്സിന് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അകലെയായിട്ട് ഒരാളെ കാണുന്നുണ്ടെങ്കിൽ നമ്മളൊരു സൈഡ് നോക്കും, ക്ലിയർ ആയിട്ട് കണ്ടില്ല എന്ത് ചെയ്യും, ഒന്നുകൂടി കാണണമെങ്കിൽ അല്പം മാറി നോക്കും. അതേ സിറ്റുവേഷൻ തന്നെ ഇവിടുന്ന് ആദ്യമായിട്ട് ഏന്ന് ഡിസ്റ്റൻസ് ഒബ്ജക്റ്റ് നോക്കി, അപ്പോൾ ക്ലിയർ ആയിട്ട് കാണുന്നില്ല, പിന്നെ അല്പം മാറിയുന്ന ബിയിലോട്ട് നോക്കി, അങ്ങനെ 2 ഡിഫറെൻറ്റ് പോയിന്റ് ഒബ്സർവ് ചെയ്തു. ഈ ലൈൻ ഓഫ് ഒബ്സർവേഷൻ ഇവിടുന്ന് ഒരാൾ നോക്കുകയാണെങ്കിൽ ഈ ലൈനിലൂടെയാണ് നോക്കുന്നത്, ഇതാണ് ലൈൻ ഓഫ് ഒബ്സർവേഷൻ. അതേപോലെ ഇവിടുന്ന് ഒരാൾ നോക്കുകയാണെങ്കിൽ ഇതാണ് ലൈൻ ഓഫ് ഒബ്സർവേഷൻ. ഈ ലൈൻ ഓഫ് ഒബ്സർവേഷൻ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ. The lines of observation makes an angle theta the distant object. That angle is called parallax angle. ഈ പാരലാക്സ് ആംഗിൾ കറക്റ്റ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. പിന്നെ 2 പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ നമ്മളെ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ബേസിസ്. ബേസിസ് ഇവിടെ ശ്രദ്ധിച്ചോ, ഇതെങ്ങനെ മെഷർ ചെയ്യുക, ഈ ആംഗിൾ തീറ്റ മെഷർ ചെയ്യുക. നിങ്ങൾ നോക്കിയാൽ ഇതിനെ കട്ട് ചെയ്താൽ ഇത് നേരെ പകുതിയാക്കി മാറ്റിയാൽ ഇത് θ/2, ഇതും θ/2, ശരിയല്ലേ? നിങ്ങൾ ഇവിടെ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഈ ആംഗിൾ എത്ര ഉണ്ടാവുക, 2 ലൈൻ കട്ട് ചെയ്യുകയാണെങ്കിൽ നോക്കിയാൽ 2 ലൈൻ ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ അല്ലേ? അപ്പം അങ്ങനെയാണ് നോക്കിയാൽ ഈ ഒരു പാരലൽ ലൈൻ കട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ആംഗിളും ഈ ആംഗിളും, അപ്പോൾ ഇത് θ/2 ആണ്, ഇതും θ/2. അതേപോലെ ഇവിടെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇവിടെയും θ/2 കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഈ ആംഗിൾ കിട്ടും, ശരിയല്ലേ? അപ്പോൾ പാരലാറ്റിക് ആംഗിൾ നമുക്ക് കറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റും. ബേസിസുമായി മെഷർ ചെയ്യാം. നമ്മുടെ തമ്മിൽ 2 പോയിന്റ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ക്യാപിറ്റൽ ഡി ഇസ് ദ ഡിസ്റ്റൻസ്, ദിസ് ഡിസ്റ്റൻസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ബേസിസ്. ബേസിസിനേക്കാൾ ഒരുപാട് വലുതാകുന്ന സമയത്ത് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. വെരി ലാർജ് എന്ന സമയത്ത് മാത്രം, അതായത് ഡി ഇസ് ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റൂല. ബേസിസിനേക്കാൾ ഒരുപാട് വലുതായിരിക്കണം ഈ ക്യാപിറ്റൽ ഡി, ലാർജസ്റ്റ്, അപ്പോഴേ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്കറിയാം, ഇവിടെ നോക്കിയേ, നിങ്ങൾ പഠിക്കാനുള്ള ഇക്വേഷൻ ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. ഇവിടെ നോക്കിയേ, ഇവിടുത്തെ ആംഗിൾ എന്ന് പറഞ്ഞാൽ തീറ്റ. ആ തീറ്റൻ്റെ ആർക്ക് ഏതാ, നോക്കിയാൽ തീറ്റൻ്റെ ആർക്ക് എ ബി. ആർക്ക് എ ബി ബൈ റേഡിയസ് എന്നാൽ ഈ ക്യാപിറ്റൽ ഡി ആണല്ലോ. ഇനി ഇവിടെ നോക്കുക, നമ്മൾ ചെറിയ ഒരു സർക്കിൾ എടുത്തു, ഇത് റേഡിയസ് ഇത്രയേ ഉള്ളൂ. ഈ പോയിന്റ് എയും ബിയും, 2 പോയിന്റ് എയും ബിയും. ഇവിടെ ആർക്കും കോഡും സെയിം ആണോ? അല്ലല്ലോ. ആർക്കിനല്ല വലിപ്പം കൂടുതൽ, കോഡിന് വലിപ്പം കുറവല്ലേ, അല്ലേ? ഇനി ഈ പോയിന്റ് കുറച്ച് റേഡിയസ് കൂടി എ ഇവിടെയും ബി ഇവിടെ ആയിട്ട് മാറി, എയും ബിയും. അപ്പോൾ നോക്കിയേ, ആർക്കും കോഡ് നമ്മുടെ ഡിഫറൻസ് കുറഞ്ഞില്ലേ? റേഡിയസ് കൂടിയ സമയത്ത് ആർക്കും കോഡ് നമ്മുടെ ഡിഫറൻസ് കുറഞ്ഞില്ലേ? വീണ്ടും റേഡിയസ് കൂടിയാൽ ആർക്കും കോഡ് നമ്മൾ തിരിച്ചറിയാൻ പറ്റൂല. ആർക്കും കോഡ് നമ്മൾ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. അതായത് റേഡിയസ് വെരി ലാർജ് ആണ്, എയും ബിയും വെരി ക്ലോസ്. അതാണ് ക്യാപിറ്റൽ ഡി ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ ബി. അതായത് ഈ കോഡിനേക്കാൾ ഒരുപാട് വലുതാണ് ഈ റേഡിയസ് എങ്കിൽ നമുക്ക് എന്ത് എഴുതാം, ഇഫ് ഡി ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ എന്ത് എഴുതാം നമുക്ക്, ഇഫ് ഡി ഈസ്
വെരി വെരി ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ ദെൻ നമുക്ക് എന്ത് എഴുതാം? ദെൻ ആർക്ക് എ ബി എന്തിന് ഈക്വൽ ആയിരിക്കും? ആർക്ക് എ ബി ഇസ് ഈക്വൽ ടു കോഡ് എ ബി. നോക്കിയേ, ഈ ക്യാപിറ്റൽ ഡി ബിനേക്കാൾ ഒരുപാട് വലുതാണെങ്കിൽ, ഇവിടെ നോക്കിയേ, ബിനേക്കാൾ ഒരുപാട് വലുതാണെങ്കിൽ നമുക്ക് നോക്കിയേ, ഇത് ബിയും ഇത് ക്യാപിറ്റൽ ഡി ആണെങ്കിൽ, ഈ ബിനേക്കാൾ ഒരുപാട് വലുതാണ് ക്യാപിറ്റൽ ഡി എങ്കിൽ ആർക്കും കോഡിനെ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റൂല. ആർക്ക് എ ബി തന്നെയാണെന്ത്? കോഡ് എ ബി. അപ്പോൾ ആർക്ക് എ ബിയും കോഡ് എ ബിയും ഈക്വൽ ആണ് എപ്പോഴും ഇഫ് ദ റേഡിയസ് ഈസ് വെരി ലാർജ് ആൻഡ് ദ 2 പോയിന്റ്സ് ആർ വെരി ക്ലോസർ. അതായത് ഈ ക്യാപിറ്റൽ ഡി വെരി ലാർജ് വളരെ വലുതാണ്, ഇവിടെയുള്ള പോയിന്റ് എയും ബിയും വെരി ക്ലോസർ ആണെങ്കിൽ ആർക്ക് എ ബി കോഡ് എ ബിക്ക് ഈക്വൽ ആവും. ആ കോഡ് എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിസ് ബി ആണല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? പാരലാക്സ് ആംഗിൾ തീറ്റ ഇസ് ഈക്വൽ ടു ബി ബൈ ഡി, ഓർ ഡി ആണ് കാണണമെങ്കിൽ ഡി ഇസ് ഈക്വൽ ടു ബി ബൈ തീറ്റ. അപ്പോൾ ബേസിസും പാരലാക്സ് ആംഗിളും അറിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ലാർജ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് പാരലാക്സ് മെത്തേഡ്. അപ്പോൾ പാരലാക്സ് മെത്തേഡ് ശ്രദ്ധിക്കേണ്ടത് വെരി ലാർജ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി മാത്രമേ, അതായത് ക്യാപിറ്റൽ ഡി മച്ച് ഗ്രേറ്റർ ദാൻ സ്മോൾ ബി ആവണം. ഈ ഡിസ്റ്റൻസ് വെരി ലാർജ് ആവുന്ന സമയത്ത് മാത്രമേ എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ? പാരലാക്സ് മെത്തേഡ്. പാരലാക്സ് മെത്തേഡ് ക്യാൻ ബി യൂസ് ടു മെഷർ വെരി ലാർജ് ഡിസ്റ്റൻസ്. വളരെ വലിയ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി മാത്രമേ പാരലാക്സ് മെത്തേഡ് യൂസ് ചെയ്യുന്നുള്ളൂ. ഇവിടെ എന്താ കണ്ടീഷൻ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഒബ്സർവ്സ് ദ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ്. ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് ഒബ്സർവ് ചെയ്യുന്നു ഫ്രം 2 ഡിഫറെന്റ് പോയിന്റ്സ്. 2 വ്യത്യസ്തമായ പോയിന്റ് ഒബ്സർവ് ചെയ്യുന്നു. 2 വ്യത്യസ്തമായ പോയിന്റ് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ദ ലൈൻസ് ഓഫ് ഒബ്സർവേഷൻ, നമ്മളിവിടെ നോക്കുന്ന ഈ ലൈൻ ഓഫ് ഒബ്സർവേഷൻ മേക്സ് ആൻ ആംഗിൾ at a distant object. That angle is called parallax angle, parallatic angle or parallax angle. അതേപോലെ ഇവിടെ 2 പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ നമ്മൾ സെപ്പറേഷൻ ആണ്, ഡിസ്റ്റൻസ് വിളിക്കുന്ന പേരാണ് ബേസിസ് ബി. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. ഇവിടുത്തെ ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് എ ബി ബൈ റേഡിയസ്. അതായത് ഈ ആർക്കിന് റേഡിയസ് ഏതാ? ക്യാപിറ്റൽ ഡി ആണ്. ഇവിടെ ഇഫ് ഡി ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ ബി, അതായത് ഈ ഡി റേഡിയസ് ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ കോഡ് ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ആർക്ക് എ ബി എന്തിന് ഈക്വൽ ആണ്? കോഡ് എ ബിക്ക് ഈക്വൽ. നോക്കിയാൽ റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ആർക്ക് എ ബി ലെസ് ദാൻ ആർക്ക് എ ബി ഈസ് ഈക്വൽ ടു കോഡ് എ ബി. ആർക്കും കോഡും എന്തിന് ഈക്വൽ ആണ്? ബേസിസിന് ഈക്വൽ ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് തീറ്റ ഈസ് ഈക്വൽ ബി ബൈ ഡി ഓർ ഡി ഈസ് ഈക്വൽ ടു ബി ബൈ തീറ്റ. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. മൂൺ ഈസ് observed from 2 diametrically opposite points on the earth. എർത്തിൻ്റെ ഡയമട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റ്, ഇത് എർത്താണ്. ഈ ഡയമീറ്റർ ടച്ച് ചെയ്ത 2 പോയിന്റ്, ഇവിടുന്നും ഇവിടെയാണ് എ ഉള്ളത്, ഇവിടെയാണ് ബി ഉള്ളത്. ഇവിടുന്ന് ഒബ്സർവ് ചെയ്യുന്നു. ആരെ ഒബ്സർവ് ചെയ്യുന്നു? മൂണിനെ. മൂൺ ഈസ് ഒബ്സർവ്ഡ്, മൂണിനെ ഒബ്സർവ് ചെയ്യുന്നു. എവിടുന്നാണ്? ഫ്രം 2 ഡയമട്രിക്കലി പോയിന്റ്സ് ഓൺ ദി എർത്ത്. എർത്തിൻ്റെ ഡയമട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റിൽ നിന്ന് മൂണിനെ ഒബ്സർവ് ചെയ്യുന്നു. ദ ആംഗിൾ മെയ്ഡ് അറ്റ് ദി മൂൺ ഈസ് 1 degree 54 minutes. 1 degree 54 minutes. ഇതാണ് ആംഗിൾ പറഞ്ഞത്, 1 degree 54 minutes. എന്നിട്ടോ the diameter of earth is 12700 kilometer. ഫൈൻ ദ 12780 ആണ്, 12800 ആയിക്കോട്ടെ, 12800 കിലോമീറ്റർ. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് മൂൺ. എർത്തും മൂൺ നമ്മുടെ ഡിസ്റ്റൻസ് ആണ് കണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എന്തൊക്കെയാണ്? ഒന്ന് ബേസിസ് തന്നിട്ടുണ്ട്. ബേസിസ് എത്രയാണ്? ബേസിസ് ഈക്വൽ ടു, അതായത് ഈ 2 പോയിന്റ് നാം ഒബ്സർവ് ചെയ്യുന്നത്, പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ നമ്മുടെ ഡിസ്റ്റൻസ് തന്നാൽ എർത്തിൻ്റെ ഡയമീറ്റർ ആണ്. അപ്പോൾ ബി ഇസ് ഈക്വൽ ടു 12800 കിലോമീറ്റർ. കിലോമീറ്ററിൻ്റെ 10⁻³ ആണ്. ഇതിന് 12800. ഇതിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 1.28 ഇൻറ്റു 3, 1 2 3 4, 10⁻7 മീറ്റർ എന്ന് എഴുതാം. ഇതാണ് ബേസിസ്. ഇനി ആംഗിൾ തീറ്റ തന്നിട്ടുണ്ടല്ലോ. തീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റ ഈസ് ഈക്വൽ ടു 1 degree 54 minutes. അപ്പോൾ എന്താ ഈ ഡിഗ്രി മിനിറ്റ് എന്ന് പറഞ്ഞാൽ? ഡിഗ്രി നമുക്കറിയാം, ഡിഗ്രിനേക്കാൾ ചെറിയ ക്വാണ്ടിറ്റിയാണ് മിനിറ്റ്. 60 മിനിറ്റ് കൂടിയതാണ് 1 ഡിഗ്രി. ശ്രദ്ധിച്ചോളൂ,
60 മിനിറ്റ് ഇങ്ങനെ കാണിക്കും. 60 മിനിറ്റ് എന്നാണ് 1 ഡിഗ്രി. അപ്പോൾ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1/60 ഡിഗ്രി ആയിരിക്കും. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1/60 ഡിഗ്രി ആയിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ 54 മിനിറ്റ് ആണ്, 2 മിനിറ്റ് ആണ് 2 × 1/60 ഡിഗ്രി. 54 മിനിറ്റ് ആണ് 54 × 1/60 ഡിഗ്രി. അപ്പം നമുക്കിവിടെ എന്ത് എഴുതാം? 1 ഡിഗ്രി പിന്നെ പ്ലസ് എത്ര 54 ഡിഗ്രിയോട് മാറ്റുമ്പോൾ 1/60, അതായത് എത്ര കിട്ടുക? കട്ട് ചെയ്താൽ 9/10 1.9 ഡിഗ്രി കിട്ടും. 1.9 ഡിഗ്രി. ഡിഗ്രി അല്ലല്ലോ SI യൂണിറ്റ്. SI യൂണിറ്റ് നിങ്ങൾ പഠിച്ചത് റേഡിയൻ അല്ലേ? അപ്പോൾ റേഡിയനും ഡിഗ്രി നമ്മൾ റിലേഷൻ, അത് നമ്മൾ പഠിച്ചു വെക്കണം. റേഡിയനും ഡിഗ്രി നമ്മൾ റിലേഷൻ ആണ്. ശ്രദ്ധിച്ചോളൂ. 180 ഡിഗ്രി ഈസ് ഈക്വൽ ടു പൈ റേഡിയൻ. 180 ഡിഗ്രി ഈസ് ഈക്വൽ ടു പൈ റേഡിയൻ. 180 ഡിഗ്രി ഈസ് ഈക്വൽ ടു പൈ റേഡിയൻ. അങ്ങനെയാണെങ്കിൽ 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു π/180 റേഡിയൻ. 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു π/180, അതായത് ഈ 180 അങ്ങോട്ട് π/180 റേഡിയൻ. അപ്പോൾ എനിക്ക് ഈ 1.9 ഡിഗ്രി റേഡിയനിലോട്ട് മാറ്റണമെങ്കിൽ ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു, റേഡിയനിലോട്ട് മാറ്റുന്നു, തീറ്റ ഈസ് ഈക്വൽ ടു 1.9 × π/180 റേഡിയൻ. ശ്രദ്ധിക്കണേ. ആദ്യമായിട്ട് നിങ്ങൾ പഠിച്ചത് മിനിറ്റും ഡിഗ്രി നമ്മൾ റിലേഷനാണ്. 60 മിനിറ്റ് ആണ് 1 ഡിഗ്രി. അപ്പോൾ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1/60 ഡിഗ്രി. ഇനി ഈ മിനിറ്റിന് വീണ്ടും ചെറുതാക്കാം. സെക്കൻഡ്, നമ്മൾ ടൈമിൻ്റെ പഠിച്ച പോലെ 60 സെക്കൻഡാണ് 1 മിനിറ്റ്. 60 സെക്കൻഡാണ് 1 മിനിറ്റ്. 60 സെക്കൻഡാണ് 1 മിനിറ്റ്. അപ്പോൾ 1 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1/60 മിനിറ്റ് അല്ലേ? ഇതിനെ ഡിഗ്രിയിലോട്ട് മാറ്റുമ്പോൾ × 1/60, അതായത് 1 സെക്കൻഡിന് എത്ര മണിക്കൂറാണ്? 1/3600. അതേപോലെ ഇവിടെയും കിട്ടും. അപ്പോൾ 60 മിനിറ്റ് കൂടിയാണ് 1 ഡിഗ്രി, 60 സെക്കൻഡ് കൂടിയതാണ് 1 മിനിറ്റ്. അപ്പോൾ ഇതേപോലെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇനി റേഡിയൻ, ഡിഗ്രിയും റേഡിയൻ നമ്മൾ റിലേഷനാണ്. ഇതും പുതിയതാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ ട്രിഗണോമെട്രിയിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കും, മാത്സ് പഠിക്കാനുള്ള റിസൾട്ടാണ്. 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ പൈ റേഡിയൻ ആണ്. 180 ഡിഗ്രിയാണ് പൈ റേഡിയൻ. അപ്പോൾ 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/180 റേഡിയൻ ആണ്. പൈൻ്റെ വാല്യൂ നിങ്ങൾ പഠിച്ചത് 3.14 ആണ്, അല്ലെ 22/7. അപ്പോൾ ഇവിടെ തീറ്റ 1 ഡിഗ്രിയാണ് π/180. അപ്പോൾ 1.9 ഡിഗ്രിയാണ് 1.9 × π/180. ഇനി നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിലേക്ക് എടുക്കാം. എന്താ പ്രോബ്ലം? ഡി ഈസ് ഈക്വൽ ടു, ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു b/θ. ഇതാണ് ഡി. ബി എത്രയാ? ബേസിസ് 1.28 × 10⁻⁷ ഡിവൈഡഡ് ബൈ, ഇവിടെ നോക്കിയേ, തീറ്റ 1.9 × π/180. പൈ എന്ന് പറഞ്ഞാൽ 3.14 /180. ഈ /180 മേലേക്ക് വരും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 1.28 × 10⁻⁷ × 180 ബൈ 1.9 × 3.14. ഇത് ചെയ്താൽ അപ്പോൾ എത്ര കിട്ടും മക്കളെ? 1.28 × 180, 18 × 12.8, 20 12.8, 256 25.6 പോയാൽ 256 25.6 പോയാൽ 240.4, 240.4 × 10⁻⁷ ഡിവൈഡഡ് ബൈ 6.28 0.314 പോയാൽ 6.28 0.3 പോയാൽ 5.98. ഇത് നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 6.0 ഉണ്ട്, അവിടെ വരും 6.0 ഉണ്ടെങ്കിൽ എന്താ വരിക? ഇതിന് കറക്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുക 440 3. അപ്പോൾ നമുക്കിത് ചെയ്താൽ കിട്ടുന്നത്, നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത് കറക്റ്റായി ചെയ്താൽ ഇതിൻ്റെ വാല്യൂ, നിയറസ്റ്റ് വാല്യൂ കിട്ടുന്നത് 3.85 × 10⁸ മീറ്റർ ആയിരിക്കും. അതൊന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. 3.85 × 10⁸ മീറ്റർ. ഇതാണ് ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് മൂൺ. എർത്തും മൂണും തമ്മിലുള്ള ആവറേജ് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ. ഇനി
എർത്തും സണ്ണും തമ്മിലുള്ള ആവറേജ് ഡിസ്റ്റൻസ് വിളിക്കുന്ന പേരാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണെങ്കിൽ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 AU. 1 AU എന്ന് പറഞ്ഞാൽ 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എത്രയാണെന്നറിയോ? 1.496 × 10⁻11 മീറ്റർ. ഇതായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ വാല്യൂ 14,96,00,000 എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ 1.496 × 10⁻11 മീറ്റർ ആണ് 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് സൺ. ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് സൺ. എർത്തും സണ്ണും തമ്മിലുള്ള ആവറേജ് ഡിസ്റ്റൻസ് ആണ് എന്ത് വിളിച്ചത്? ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് 1.496 × 10⁻11 മീറ്റർ ആണ്. ഇതിനേക്കാൾ വലുതാണ് മറ്റൊരു യൂണിറ്റാണ് ലൈറ്റ് ഇയർ. ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി ലൈറ്റ് ഡ്യൂറിങ് 1 ഇയർ. ലൈറ്റ് ഇയർ ശ്രദ്ധിച്ചോളൂ. ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ 1 ഇയർ. ഒരു വർഷം കൊണ്ട് ഒരു വർഷം കൊണ്ട് ലൈറ്റ് ട്രാവൽ ചെയ്തത്. ഒരു സെക്കൻഡിൽ നമുക്കറിയാം 3 × 10⁸8 മീറ്റർ ആണ്. അപ്പോൾ ഒരു വർഷം കൊണ്ടാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 1 ലൈറ്റ് ഇയർ ഈസ് ഈക്വൽ ടു 9.46 × 10⁻15 മീറ്റർ. ഇതാണ് 1 ലൈറ്റ് ഇയർ. നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി, കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഒരു സെക്കൻഡാണ് 3 × 10⁸8. അപ്പോൾ ഒരു വർഷത്തിൽ എത്ര സെക്കൻഡ് നോക്കുക, ഇൻറ്റു ചെയ്താൽ കറക്റ്റ് ആൻസർ കിട്ടും. 9.46 × 10⁻15. ഇതിനേക്കാൾ വലിയതായ 2 സ്റ്റാറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊന്നാണ് പാരലാറ്റിക് സെക്കൻഡ്. പാരലാറ്റിക് സെക്കൻഡ് നമ്മൾ എപ്പോഴും പാർസെക് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുക. പാർസെക്. അപ്പോൾ പാർസെക് ആണെങ്കിൽ 1 പാർസെക് ഈസ് ഈക്വൽ ടു 1 പാർസെക് എന്ന പാരലാറ്റിക് സെക്കൻഡ് 3.08 × 10⁻16 മീറ്റർ. ദിസ് ഈസ് ദ ലാർജസ്റ്റ് യൂണിറ്റ് ഓഫ് ലെങ്ത് അല്ലെ ഡിസ്റ്റൻസിന്റെ ലാർജസ്റ്റ് യൂണിറ്റ് പാരലാറ്റിക് സെക്കൻഡ് കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും ടൈമിന് യൂണിറ്റ് അസ്യൂം ചെയ്യരുത്. അതായത് ലൈറ്റ് ഇയർ, ഇതൊന്നും ഇയർ കാണുമ്പോൾ ടൈമിന് യൂണിറ്റ് അല്ല, ഇതൊക്കെ ഡിസ്റ്റൻസിന് യൂണിറ്റ് ആണ്. ലാർജസ്റ്റ് യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ് ആണെന്ത്? പാരലാറ്റിക് സെക്കൻഡ്. 1 പാരലാറ്റിക് സെക്കൻഡ് ഈസ് ഈക്വൽ ടു 3.08 × 10⁻16 മീറ്റർ. ഇനി ചെറിയ യൂണിറ്റുകളുണ്ട്. അതായത് നമ്മൾ പറയുന്നതാണ് ആങ്സ്ട്രോം. നിങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ട് ആങ്സ്ട്രോം എന്ന് പറഞ്ഞാൽ ആങ്സ്ട്രോം ആണെങ്കിൽ റെപ്രസെന്റ് A⁻0 എന്നാണ്. 1 ആങ്സ്ട്രോം എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്, 10⁻−10 മീറ്റർ ആണ് 1 ആങ്സ്ട്രോം. മറ്റൊന്നാണ് ഫെർമി. FM കൊണ്ട് റെപ്രസെന്റ് ചെയ്യുക. 1 ഫെർമി ഈസ് ഈക്വൽ ടു 1 ഫെർമി എന്നാൽ 10⁻−15 മീറ്റർ ആണ്, വളരെ ചെറുതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് റേഞ്ച് ഓഫ് ഡിസ്റ്റൻസിൻ്റെ റേഞ്ചുകൾ. ഈ പറഞ്ഞ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് സൺ. 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് 1.496 × 10⁻11 മീറ്റർ. ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഒരു വർഷം കൊണ്ട് ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ലൈറ്റ് ഇൻ 1 ഇയർ. 1 light year 9.46 × 10⁻15 meter. Parallelic second is the largest unit of distance. 1 parallelic second is 3.08 × 10⁻16 meter. പിന്നെ സ്മോളസ്റ്റ് യൂണിറ്റ് ആണ് ആങ്സ്ട്രോം. 1 ആങ്സ്ട്രോം 10⁻−10 മീറ്റർ ആണ്. മറ്റൊന്ന് ഫെർമി 10⁻−15 മീറ്റർ. അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. മൂൺ ഈസ് ഒബ്സർവ്ഡ് ഫ്രം 2 ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റ്സ് ഓൺ ദി എർത്ത് ആണ്. എർത്തിന് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ്, ഇത് എർത്താണ്, ഇതിന് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റ് എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നോക്കുന്നത്. അപ്പം ഈ എർത്തിൻ്റെ ഡയമീറ്റർ ആണ് ബേസിസ്. പിന്നെ ഇവിടെ ആംഗിൾ 1 ഡിഗ്രി 54 മിനിറ്റ് എന്നാണ്. അപ്പോൾ ആദ്യം മിനിറ്റിനെ ഡിഗ്രിയിലോട്ട് മാറ്റണം. എങ്ങനെ മാറ്റുക? 60 മിനിറ്റ് ആണ് 1 ഡിഗ്രി. 60 മിനിറ്റ് കൂടിയത് 1 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1/60 ഡിഗ്രിയാണ്. അപ്പോൾ 1 മിനിറ്റ് പ്ലസ് 1 ഡിഗ്രി പ്ലസ് 54 മിനിറ്റ് എന്നാണ്. അപ്പോൾ 1 + 54 മിനിറ്റിന് 54 × 1/60, അതായത് 1.9 ഡിഗ്രി ആയിട്ട് മാറി. ഇനി ഈ ഡിഗ്രി റേഡിയനിലോട്ട് മാറ്റാൻ മറ്റൊരു കൺവേർഷൻ ഉണ്ട്. 180 ഡിഗ്രിയാണ് പൈ റേഡിയൻ ആണ്. അപ്പോൾ 1 ഡിഗ്രിയാണ് ഈ 180 അങ്ങോട്ട് പോയാൽ π/180 റേഡിയൻ ആണ്.
അപ്പോൾ നമ്മുടെ അടുത്ത് 1.9 ഡിഗ്രി ആണെങ്കിൽ 1.9 ഇൻറ്റു പൈ ബൈ 180 റേഡിയൻ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 3.85 ഇൻറ്റു 10⁸ മീറ്റർ. ഇത് കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, ക്ലിയർ? ഇനി ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിൻ്റെ ഡയമീറ്റർ നമുക്ക് ഇതേ പാരലാക്സ് മെത്തേഡ് ഉപയോഗിച്ച് കണ്ടെത്താം. ഫോർ എക്സാമ്പിൾ, ഇത് ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് സൺ എന്ന് അസ്യൂം ചെയ്യുക, വേറെ നിങ്ങൾ സ്റ്റാറുകളാണ്. ഇതിൻ്റെ ഡയമീറ്ററാണ് ഡി. ഈ ഡി നമുക്ക് എന്ത് ചെയ്യും? ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് ആയിരിക്കണം, അതായത് ക്യാപിറ്റൽ ഡി വെരി വെരി മച്ച് ഗ്രേറ്റർ ദാൻ സ്മോൾ ഡി ആയിരിക്കണം. ഈ ഡയമീറ്ററിനേക്കാൾ ഒരുപാട് വലുതായിരിക്കണം എന്ത്? ക്യാപിറ്റൽ ഡി. അങ്ങനെയാകുന്ന സമയത്ത് ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിൻ്റെ ഡയമീറ്ററും പാരലാക്സ് മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ നമുക്ക് എഴുതാം, ശ്രദ്ധിച്ചോളൂ. എങ്ങനെ? ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ആർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ എയും ഇത് ബി ആണെങ്കിൽ പ്ലസ് ആംഗിൾ ഏതാ? ആൽഫ. ഈ ആൽഫ വിളിക്കുന്ന പേരാണ് ആംഗുലാർ ഡയമീറ്റർ. അതായത് ഈ ഡയമീറ്റർ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ, അതിന് വിളിക്കുന്ന പേരാണ് ആംഗുലാർ ഡയമീറ്റർ. എന്താ ആംഗുലാർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ? ഡയമീറ്റർ ഒരു പോയിന്റ് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ആംഗുലാർ ഡയമീറ്റർ. അപ്പൊ ആംഗുലാർ ഡയമീറ്റർ ആണ് ആംഗിൾ ആൽഫ ഈസ് ഈക്വൽ ടു ഇതിന്റെ ആർക്ക് ഏതാ? ആർക്ക് എ ബി. ആർക്ക് എ ബി ബൈ ഇതിന്റെ റേഡിയസ് ഏതാ? ക്യാപിറ്റൽ ഡി ആണ്. ഈ ആംഗിളിന്റെ ഇവിടെ നമ്മൾ പഠിച്ചത് ഇഫ് ഡി ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ സ്മോൾ ഡി ആണെങ്കിൽ അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? അതായത് ഈ ക്യാപിറ്റൽ ഡി സ്മോൾ ഡിയേക്കാൾ ഒരുപാട് വലുതാണെങ്കിൽ ആർക്ക് എ ബി എന്തിന് ഈക്വലാണ്? കോഡ് എ ബിക്ക് ഈക്വലാണ്. ആ കോഡ് എ ബി എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ആണ്. എപ്പോഴും മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ? ക്യാപിറ്റൽ ഡി വെരി വെരി ഗ്രേറ്റർ ദാൻ സ്മോൾ ഡി ആവുന്ന സമയത്ത് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ ആൽഫ ഈസ് ഈക്വൽ ടു ആർക്ക് എ ബിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? ഡി ബൈ ക്യാപിറ്റൽ ഡി. നമുക്ക് ഈ സ്മോൾ ഡി കണ്ടത് ഡി ഈസ് ഈക്വൽ ടു ഡി ആൽഫ. ഡി ഈസ് ഈക്വൽ ടു ഡി ആൽഫ. ഡി ഈസ് ദ ലാർജസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ ആൻഡ് ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ്. ആൽഫ ഈസ് ദ ആംഗുലാർ ഡയമീറ്റർ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ലാർജസ്റ്റ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനുള്ള മെത്തേഡ്. അപ്പോൾ നമ്മുടെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന ചാപ്റ്ററിൽ ഇത്രയും ഭാഗങ്ങളാണ് വരുന്നത്. യൂണിറ്റ്സ് എന്താണ്, മെഷർമെൻറ്റ് എന്താണ്, ആ മെഷർമെൻറ്റൊക്കെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ സമയത്ത് മാറ്റി വെച്ചതായിരുന്നു ലാർജസ്റ്റ് ഡിസ്റ്റൻസിൻ്റെ മെഷർമെൻറ്റ്. ഓക്കെ, അപ്പം ഇതെല്ലാം കറക്റ്റായിട്ട് ഈ പ്രോബ്ലംസൊക്കെ ഒന്ന് സ്വന്തമായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടതിന് ശേഷം നോട്ടിലേക്ക് കോപ്പി ചെയ്യുന്നതിന് മുമ്പേ സ്വന്തമായിട്ട് ചെയ്ത് പ്രോബ്ലം ഓരോന്നും ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇതൊക്കെ NCERT ഇതേപോലെ പ്രോബ്ലംസൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ നന്നായിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നിങ്ങൾ സിൻസിയറായിട്ട് ചെയ്യുക, എന്നിട്ട് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർ ഇവിടെ അവസാനിക്കുന്നു. ഓക്കെ, താങ്ക് യു.